കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവരെന്നെ തിരിച്ചെടുത്തിട്ടില്ല. അവർ താൽക്കാലികമായിട്ട് മാത്രമാണ് എന്നെ ഇപ്പോഴും അവിടെ ആക്കിയിരിക്കുന്നത്. എനിക്ക് മിനിമം വേജസാണ് തരുന്നത്. എനിക്ക് അനുരഞ്ജന ചർച്ച ആനത്തലവട്ടം ആനന്ദൻ സഖാവിൻ്റെ വീട്ടിൽ വെച്ചാണ്. ബാങ്കിനകത്ത് ഹാളുണ്ട്, പക്ഷേ ആനത്തലവട്ടം ആനന്ദൻ സഖാവിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇതിൻ്റെ അനുരഞ്ജന ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചത്. AKG സെൻറ്റർ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നാട്ടുകാർ വിളിക്കുന്ന പേരാണ്. പ്രാദേശിക ഘടകത്തിൻ്റെ അഴിമതിക്ക് കൂട്ടു നിൽക്കാതെ ഇരുന്നാൽ അവർ ഏതു വിധേനയും ആ വ്യക്തിയെ നശിപ്പിക്കുവാനും ശിഥിലപ്പെടുത്തുവാനും മരണത്തിലേക്ക് തള്ളിവിടുവാനുമായിട്ട് ശ്രമിക്കും. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്ന സന്തോഷ് എന്ന ആൾക്ക് അനുഭവിക്കേണ്ടി വന്നത്, ഒരുപാട് വർഷമായി അനുഭവിക്കേണ്ടി വന്നത് വലിയ ദുരിതമാണ്. പാർട്ടിക്കാരനായതുകൊണ്ടാണോ, അതായത് സഖാവ് ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്നത് പ്രധാന ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കഥയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാൻ ചിറയൻകീഴിൽ നിന്നാണ് വരുന്നത്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കായ ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിലെ നീതി മെഡിക്കൽ സ്റ്റോറിലെ സെയിൽസ്മാനായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾ അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? 18 വർഷം ഞാൻ കേസ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തിരികെ 2002 എന്നെ പുറത്താക്കി. അതവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 4-5 ജീവനക്കാർ, വി വിജയകുമാർ, ജി വിജയകുമാർ, KV വിജയകുമാർ, സുനിൽകുമാർ P, രവീന്ദ്രൻ നായർ, ഇങ്ങനെ 4 ജീവനക്കാരാണ് അവിടുത്തെ യൂണിയൻ്റെ ഗുണ്ടാ സഖാക്കൾ എന്നായിട്ട് അറിയപ്പെടുന്ന ആ ബാങ്കിലുള്ളവർ. അവരാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മൊത്തവും കൈകാര്യം ചെയ്യുന്നത്. ഭരണസമിതി അവിടെ നിസ്സംഗത്വമാണ്. ഇതിൻ്റെ എല്ലാ നിയന്ത്രണവും ആനത്തലവട്ടം സഖാവിനായിരുന്നു. ആനത്തലവട്ടം ആനന്ദൻ സഖാവിൻ്റെ സാമ്രാജ്യമായിരുന്നു അവിടെ. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പണമിടപാടുകൾ ബന്ദോബസ്താക്കി വയ്ക്കുന്നതിനും എല്ലാത്തിനും അവർ കൂട്ടുനിൽക്കുകയും ശ്രീ അബ്കാരി കോൺട്രാക്ടറായിരുന്ന ശ്രീ മണിച്ചനിൽ നിന്ന് മാസപ്പടി വാങ്ങുകയും ആ നേരത്തെയുള്ള ആ കേസിൻ്റെ കാര്യം തന്നെ അണ്ണൻ പറ്റ് എന്ന് ഡയറി കുറിപ്പിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് സഖാവ് ആനത്തലവട്ടം വന്ന അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നെ പിരിച്ചുവിട്ടതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്, ലോകായുക്തയിൽ സത്യദേവൻ എന്നയാൾ ഒരു പരാതി നൽകി. അദ്ദേഹം എൻ്റെ ബന്ധുവാണ്. അദ്ദേഹത്തിന് റെക്കോർഡുകൾ ഞാനെടുത്ത് കൈമാറി, ബാങ്കിൻ്റെ റെക്കോർഡുകൾ. ഞാൻ നീതി മെഡിക്കൽ സ്റ്റോറിലാണ് നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ബാങ്കിൻ്റെ റെക്കോർഡുകൾ കിട്ടാറില്ല. റെക്കോർഡുകൾ ഞാൻ കൈമാറി. അതിനെപ്പറ്റി വിശദീകരണം ചോദിച്ചപ്പോൾ ഞാൻ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് വളരെ ഗൗരവമുള്ളതായി കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു മറുവശമെന്ന് പറയുന്നത്, ലോകായുക്തയുടെ പരാതി പോയത് പത്രങ്ങളിലെല്ലാം വന്നു. 4-5 ന്യൂസ് പേപ്പറുകളിൽ അന്ന് വന്നു, പത്രവാർത്തയായി. ആയതിനെ തുടർന്നാണ് എന്നെ പിരിച്ചുവിടുന്നത്. ആയതിനു ശേഷം വക്കീലന്മാർ പറഞ്ഞു കൊടുത്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ രേഖ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരു പേപ്പർ തന്നെ തരുന്നത്. ആ രേഖ എന്താണെന്ന് ഇന്നുവരെ എനിക്കും അറിയത്തില്ല. അവരുദ്ദേശിക്കുന്ന രേഖയാണെങ്കിൽ സ്റ്റോക്ക് പുതിയതായിട്ട് റിലീവ് ചെയ്യുന്ന സമയത്ത് ആ ഷോപ്പിലുണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും, സ്റ്റോക്ക് ഇത്ര രൂപയുടെ സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുണ്ടെന്ന് പുതിയ വന്ന് കയറുന്ന ആളിനെ ബോധ്യപ്പെടുത്തുന്ന ആ രീതിയിലുള്ള സ്റ്റോക്കാണ്. അതാ അവിടെ നിൽക്കുന്ന ആളും പുതിയതായിട്ട് കയറുന്ന ആളുടെയും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി കൈമാറുന്നതാണ്. ആ കോപ്പി എൻ്റെ കയ്യിൽ മാത്രമല്ല, അന്ന് 4 പേരുടെ, അവിടെ നിന്ന 3 ജീവനക്കാരുടെയും കയ്യിലും ഉള്ളതാണ്. അപ്പോൾ ആ വിഷയം ആണെങ്കിൽ തന്നെയും അത് 4 പേരുടെയും കൈകളിലാണ്. ആരാണ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് ഈ പത്രവാർത്ത വന്നതിന് ശേഷമാണ്. വിശദീകരണം അവർ ആദ്യം വാക്കാൽ ചോദിച്ചു.
വാക്കാൽ ചോദിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഞാൻ രേഖാമൂലം നൽകാം. അതിനുശേഷം ഞാൻ രേഖാമൂലം മറുപടി നൽകിയതിന് ശേഷം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് 22/2002 എനിക്ക് മെമ്മോ തന്നു. 23-ാം തീയതി മുതൽ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തന്നത്. അതിനെ തുടർന്ന് ഞാൻ DLO തിരുവനന്തപുരം DLOയ്ക്ക് പരാതി നൽകി. അവിടെ നിന്ന് അത് ലേബർ കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ലേബർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A അവിടെ നിന്ന് അഡ്ജുഡിക്കേഷന് വേണ്ടി കൊല്ലം ലേബർ കോടതിയിലേക്ക് ആ കേസ് വിട്ടു. ലേബർ കോടതിയിലേക്ക് ഞാനല്ല, അത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഡയറക്റ്റ് ചെയ്തത്. അതിനെ തുടർന്ന് വന്ന ആ വിധി എനിക്ക് അനുകൂലമായിരുന്നു. 2002 മുതൽ 2003, 2004, 2005, 2006 ഈ 4 വർഷ കാലയളവിലേക്ക് 25% ബാക്ക് വേജസ് നൽകിക്കൊണ്ട് എന്നെ തിരികെ എടുക്കണം എന്നായിരുന്നു ലേബർ കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവിനെതിരായിട്ട് ഹൈക്കോടതിയിൽ ബാങ്ക് റിട്ട് പോവുകയും അപ്പോൾ എനിക്ക് ഫുൾ ബാക്ക് വേജസ് 100% ബാക്ക് വേജസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരു കേസ് ഫയൽ ചെയ്യുകയും തുടർന്ന് ഇത് രണ്ടും കേട്ടതിന് ശേഷം സിംഗിൾ ബെഞ്ച് ലേബർ കോടതി ഉത്തരവ് അപ്രകാരം തന്നെ നിലനിർത്തിക്കൊണ്ട് ഉത്തരവാവുകയും ചെയ്തു. തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ ബാങ്ക് അപ്പീൽ പോയി. അപ്പീൽ പോയപ്പോൾ അവർ ഈ ലോകായുക്തയിൽ രേഖ എടുത്തു കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വിട്ടിട്ട് നിയമപരമായിട്ടുള്ള ഒരു ഇതിലേക്ക് നീങ്ങി. ഈ സഹകരണ ജീവനക്കാരുടെ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് ലേബർ കോടതി അല്ല, സഹകരണ ആർബിട്രേഷൻ കോടതിയാണ് എന്നുള്ള വാദം കൊണ്ടുവരികയും അതിൽ 1974 മുതലുള്ള തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് അത് ഫുൾ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ നിന്നത് ലാർജർ ബെഞ്ചിലേക്ക് പോവുകയും ചെയ്തു. ലാർജർ ബെഞ്ചിലെ വിധി സഹകരണ തർക്കങ്ങൾ ലേബർ കോടതി വഴി അല്ല വരേണ്ടത്, സഹകരണ ആർബിട്രേഷൻ കോടതി വഴിയാണ് വരേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ സഹകരണ ആർബിട്രേഷൻ കോടതി വഴി വേണം പരാതി പരിഹരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ലാർജർ ബെഞ്ചിൻ്റെ വിധി വന്നു. ആ വിധിയെ തുടർന്ന് ഞാൻ കേസ് തിരുവനന്തപുരത്ത് സഹകരണ ആർബിട്രേഷൻ കോടതിയിലേക്ക് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 2002 മുതലാണ് 2-ലാണ് എന്നെ പിരിച്ചുവിട്ടത്. 18 വർഷം നിയമ പോരാട്ടം നടത്തിയതിന് ശേഷം 2019 ഞാനിപ്പോൾ തിരികെ കയറിയത്. അപ്പോൾ ആ ആർബിട്രേഷൻ കോടതിയിൽ കേസ് കിടക്കുമ്പോൾ കൊച്ചിയിലെ സഹകരണ ഹോസ്പിറ്റലിലെ ശ്രീമതി കെ എ അന്നമ്മ എന്ന് പറയുന്ന ജീവനക്കാരിക്ക് ലാർജർ ബെഞ്ചിൻ്റെ ആ വിധി തടസ്സമായി നിൽക്കുകയും അവരും ഇതേപോലെ അപ്പീൽ വന്ന് നിൽക്കുകയായിരുന്നു, ഹൈക്കോടതിയിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വിധി മൊത്തത്തിലുള്ള ആ വിധി ആ കെ എ അന്നമ്മ എന്ന് പറയുന്ന ജീവനക്കാരിക്ക് തടസ്സമായത് മൂലം അവർ SLP ഫയൽ ചെയ്തു സുപ്രീം കോടതിയിൽ. ആ സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചു. സഹകരണ ജീവനക്കാരൻ്റെ തൊഴിൽ തർക്കങ്ങൾ ലേബർ കോടതി വഴിയോ സഹകരണ ആർബിട്രേഷൻ കോടതി വഴിയോ ജീവനക്കാരന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടാനുസരണം 2-ൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഈ 2 കോടതികളിൽ ഏത് കോടതി വേണമെങ്കിലും തൊഴിൽ തർക്കത്തിനായി പരിഗണിക്കാം എന്ന് ഉള്ള വിധിയാണ്, നിർണായകമായ വിധിയാണ് വന്നത്. ആ വിധിയിലൂടെ തന്നെ എൻ്റെ ലാർജർ ബെഞ്ചിൻ്റെ ഹൈക്കോടതി വിധി സെറ്റസൈഡ് ചെയ്യുകയും ചെയ്തു. ഇത് ഇംപ്യൂൺഡ് ജഡ്ജ്മെൻറ്റ് ഈസ് സെറ്റസൈഡ് എന്ന് ആ സുപ്രീം കോടതി വിധിയുടെ ലാസ്റ്റ് സെൻറ്റൻസ് അപ്രകാരമാണ്. സുപ്രീം കോടതിയുടെ വിധി ഉള്ളതുകൊണ്ട് മാത്രം, ഈ സുപ്രീം കോടതിയുടെ ഈ വിധി ഉള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സുപ്രീം കോടതി വിധിയുടെ 105-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ആ ഒരു സെൻറ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഹൈക്കോടതിയിൽ വീണ്ടും ഞാൻ അവർ പറഞ്ഞു ഇത് കെ എ അന്നമ്മയുടെ കേസിൽ വന്ന വിധിയാണ്, സന്തോഷിൻ്റെ പേരിൽ വന്ന വിധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് വീണ്ടും എന്നെ തിരിച്ചെടുക്കാതിരുന്ന സമയത്ത്
ഞാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വിധി നൽകുകയാണ് ഉണ്ടായത്. 6 മാസത്തിനകം എന്നെ തിരിച്ചെടുക്കണം. ലേബർ കോടതി വിധി പരിപൂർണമായി പാലിച്ചുകൊണ്ട് എന്നെ തിരിച്ചെടുക്കണമെന്നാണ്. പക്ഷേ ലേബർ കോടതി വിധി പരിപൂർണമായിട്ടും അവർ പാലിച്ചിട്ടില്ല. എനിക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട പ്രമോഷനുകളും ആനുകൂല്യങ്ങളും മോണിറ്ററി ബെനിഫിറ്റും സർവീസ് ബെനിഫിറ്റും എനിക്ക് നൽകിയിട്ടില്ല. എന്നെ അവർ തിരിച്ചെടുത്തത് ഒന്നേന്നും പറഞ്ഞ് 2019 താൽക്കാലിക ജീവനക്കാരനായിട്ട് എനിക്ക് അന്ന് തന്ന, വർഷങ്ങൾക്ക് മുമ്പ് തന്ന പഴയ ആ സാലറിയിൽ തിരികെ എടുത്തിരിക്കുന്നു. ഈ വിധിയെപ്പറ്റി അവർ തിരിച്ചെടുത്ത പേപ്പറിൽ ഒരു കാരണവശാലും അവർ പറയുന്ന DLOയുടെ നിർദ്ദേശപ്രകാരവും ബാങ്ക് ഭരണസമിതിയുടെ തീരുമാനം, ഈ 2 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നെ എടുത്തുവെന്നാണ്. യഥാർത്ഥത്തിൽ ലേബർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ തിരിച്ചെടുക്കേണ്ടത്. ഒരു വിഷയം ലേബർ കോടതിയുടെ വിധി അനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് മാറ്ററിൽ അവർ അത് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും. ലേബർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവരെന്നെ തിരിച്ചെടുത്തിട്ടില്ല. അവർ താൽക്കാലികമായിട്ട് മാത്രമാണ് എന്നെ ഇപ്പോഴും അവിടെ ആക്കിയിരിക്കുന്നത്. എനിക്ക് മിനിമം വേജസാണ് തരുന്നത്. ഞാൻ തിരിച്ചു കയറിയ ആദ്യ മാസം എനിക്ക് തന്നത് 2000 രൂപയാണ്. എനിക്ക് ഒരു മാസത്തെ 2019 ഡിസംബറിൽ, നവംബർ 29-ാം തീയതിയാണ് ഞാൻ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത്. ഡിസംബർ മാസം ഫുള്ള് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നത് ഒരു മാസത്തെ സാലറി ആയിട്ട് 2000 രൂപയാണ്. ഈ 2000 രൂപ തരുന്നത് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും KSUവിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ തൊഴിൽ സംഘടനകളുടെ തൊഴിലാളി നേതാവായ V. വിജയകുമാർ എന്ന് പറയുന്ന ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. അവരാണ് സാധാരണ തൊഴിലിലെ ഈ മിനിമം വേതനമെല്ലാം കൃത്യമായിട്ട് തൊഴിലാളികൾക്ക് മേടിച്ചു കൊടുക്കേണ്ടത്. അവർക്കിത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. 2000 രൂപയാണ് എനിക്ക് തന്നത്. എനിക്ക് ആ സമയത്ത് ലേബർ ഓഫീസിൽ തിരക്കിയപ്പോൾ ബേസിക്ക് തന്നെ 10,000 രൂപയായിരുന്നു ബേസിക്ക്. തുടർന്ന് ഞാൻ വീണ്ടും അനേകം പരാതികൾ നൽകി. ഇപ്പോഴും എനിക്ക് പരിപൂർണമായിട്ടും മിനിമം വേജസ് തന്നിട്ടില്ല. അതിൻ്റെ എല്ലാം പരാതിയും അപ്പീലും അവിടെ നടന്നുകൊണ്ടിരിക്കും. എനിക്കിപ്പോൾ കിട്ടുന്നത് 15,040 രൂപയാണ്. എന്നാൽ ബേസിക്ക് 10,000 വെച്ചുകൊണ്ടാണ്. എൻ്റെ നേരത്തെ ഉള്ള ഗ്രാറ്റുവിറ്റി കിട്ടാനായിട്ട് ആ സർവീസിൻ്റെ 20 വർഷത്തെ സർവീസ് അവർ പരിഗണിക്കുന്നില്ല. എന്നാൽ മാത്രം ഇങ്ങനെ വൈരാഗ്യം കാണിക്കും. ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിയിൽ നല്ല കമ്മ്യൂണിസ്റ്റുകളും ചീഞ്ഞ കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട്. അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരെ അവർ കൂടെ നിർത്തും. സഖാവ് ആനത്തലവട്ടം തന്നെ എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്, ആ ബാങ്കിനകത്ത് പലതും നടക്കും, നീ അത് കണ്ടില്ല എന്ന് നടിക്കുക. ഞാനത് തിരിച്ചു കയറിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, 3 വർഷം ആയിട്ടും നിനക്ക് അവരുടെ കൂടെ ചേർന്ന് പോകാനായിട്ട് സാധിച്ചില്ലേ എന്നാണ് സഖാവ് എന്നെ കാണുമ്പോൾ. എന്ന് വെച്ചാൽ അവരെ കൂടെ ചേർന്ന് പോകാനായിട്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ആ പ്രവൃത്തികൾക്ക് കൂട്ടുനിന്ന് ചൂട്ടുപിടിച്ച് പോകാനായിട്ട് പറ്റുന്നില്ലേ എന്നാണ് കക്ഷി എന്നോട് ചോദിച്ചത്. അനുരഞ്ജന ചർച്ച ആനത്തലവട്ടം ആനന്ദൻ സഖാവിൻ്റെ വീട്ടിൽ വെച്ചാണ്. ബാങ്കിനകത്ത് ഹാളുണ്ട്, പക്ഷേ ആനത്തലവട്ടം ആനന്ദൻ സഖാവിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇതിൻ്റെ അനുരഞ്ജന ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചത്. അന്ന് ബാങ്കിൻ്റെ ട്രഷററും ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ P. മുരളീധരൻ നായർ, അദ്ദേഹവും ഇപ്പോൾ ആയിരിക്കുന്ന ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി V. വിജയകുമാറും ഞാനും ആനത്തലവട്ടം സഖാവുമായിട്ടായിരുന്നു ചേർന്നായിരുന്നു ആ അനുരഞ്ജന ചർച്ച നടന്നത്. ആ ചർച്ച നടന്ന് ആ ചർച്ചയിൽ എനിക്ക് അവർ അനുരഞ്ജനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്, നിനക്ക് അവിടെ പാർട്ട് ടൈം സ്വീപ്പർ പോസ്റ്റ് തരാം, അപ്പോൾ 70 വയസ്സ് വരെ അവിടെ വർക്ക് ചെയ്യാം. ആ രീതിയിലുള്ള കോംപ്രമൈസാണ് കൊണ്ടുവച്ചത്. അപ്പോൾ അത് അനുരഞ്ജന ചർച്ച തെറ്റിപ്പിരിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, കോടതി മുഖാന്തരം ഞാനത് വാങ്ങിക്കൊള്ളാം, കോടതിയെ ആശ്രയിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ ഇറങ്ങാൻ നേരത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ സ്ഥിരപ്പെടുത്തിയാലും ഞങ്ങൾക്ക് പിരിച്ചുവിടാൻ സാധിക്കും. ഇതാണ് ഞാൻ പുറത്തിറങ്ങാൻ നേരത്ത് ആനത്തലവട്ടം സഖാവ് എന്നോട് പറഞ്ഞത്. നിന്നെ സ്ഥിരപ്പെടുത്തിയിരുന്നാലും പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇത് പറയുന്ന സമയത്ത് ഞാൻ തിരിച്ച് കയറിയിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായിട്ട് അവിടെ നടന്നത്. 1979-84 കാലഘട്ടത്തിൽ ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സഖാവ് ആനത്തലവട്ടം കടന്നു വരുന്ന ആ സമയത്ത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സഖാവ് കെ ശിശുപാലൻ മരണപ്പെട്ടു പോയി. തുടങ്ങിയ വാർഡ് മെമ്പർമാർ സഖാക്കൾ സഖാവ് ആനത്തലവട്ടത്തിന് എതിരായിരുന്നു. മറ്റൊരു സഖാവിനെ പ്രസിഡൻ്റാക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ആ സമയത്ത് ഉന്നത രാഷ്ട്രീയ നേതാക്കളെ പിടിച്ചുകൊണ്ട് പാർട്ടിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തി, നിങ്ങളാരും അവിടെ കൈയൊന്നും പൊക്കി പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ട, അവിടെ പാർട്ടി നിർദ്ദേശമാണ് അനുസരിക്കേണ്ടത്, സഖാവ് ആനത്തലവട്ടം ആനന്ദൻ അവിടെ ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കും എന്നുള്ള ആ നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രസിഡൻ്റ് ആവുകയാണ് ചെയ്തത് സഖാവ് ആനത്തലവട്ടം. ഇതിനെ തുടർന്ന് സഖാവ് ശിശുപാലനോട് കടുത്ത വിരോധമുണ്ടാവുകയും തുടർന്ന് ഇപ്പോൾ മരണം നടക്കുന്ന സമയത്ത് ആ മരണ ചടങ്ങുകളിലൊക്കെ ഞാനുണ്ടായിരുന്നു. ആ സമയത്തൊന്നും കക്ഷി ഇവിടെ ആലപ്പുഴയായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു സഖാവ് ആനത്തലവട്ടം. അവർ തോളോട് തോൾ ചേർന്ന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് സഖാവ് ആനത്തലവട്ടവും സഖാവ് കെ ശിശുപാലനും. അങ്ങനെയുള്ള ആ സഖാവിൻ്റെ തുടർന്നുള്ള 3 അനുസ്മരണ യോഗങ്ങളിൽ, വാർഷിക അനുസ്മരണ യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തു. ഈ 3 അനുസ്മരണ യോഗങ്ങളിലും സഖാവ് ആനത്തലവട്ടം പങ്കെടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ മരണപ്പെട്ട ശിശുപാലൻ സഖാവിനോടുള്ള ആ വ്യക്തിവൈരാഗ്യം എത്രയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. സഖാവ് കെ ശിശുപാലൻ്റെ വലം കൈയായി ഞാൻ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ആനത്തലവട്ടം സഖാവിന് എന്നോടുള്ള പക. ഇത് ഞാൻ പരാതിയായിട്ട് ചിറയൻകീഴ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ഈ ബാങ്കിൻ്റെ പരാതിയും ഇതെല്ലാം എഴുതി അറിയിച്ചിരുന്നു. ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ, CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ അറിയിച്ചിരുന്നു. അതിനൊന്നും എനിക്ക് മറുപടിയും തന്നിട്ടില്ല, അതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ശത്രുതയുടെ ഭാഗമായിട്ട് എന്നെ കുത്തിപ്പറിക്കുന്ന രീതിയിൽ ആണ്, ഞാൻ ഹൃദയ നുറുക്കത്തോടെയാണ് ഞാനിത് പറയുന്നത്. എന്നെ കുത്തിപ്പറിക്കുന്ന എനിക്ക് 2 മക്കളുണ്ട്, അവരുമായിട്ട് ജീവിക്കുന്ന കുടുംബമുണ്ട്. അപ്പോൾ ആ ജീവിതത്തിന് വളരെയധികം പ്രയാസങ്ങൾ ഉളവാക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ചിറയൻകീഴ് പഞ്ചായത്തിൽ തന്നെ ഞാൻ ഒരു BPL എനിക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് മറുപടി ലഭിക്കുമ്പോൾ 1000-1200 രൂപയൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ BPL കാരനാണെങ്കിൽ അത് അടയ്ക്കേണ്ടതെന്നുള്ളത് കൊണ്ട് എൻ്റെ 2009 ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്, BPL ലിസ്റ്റിൽ. അപ്പോൾ ഞാൻ അത് പ്രകാരം ഞാനൊരു BPL സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷിച്ചു. പക്ഷേ ചിറയൻകീഴ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിന് നൽകിയത് എൻ്റെ 2009 BPL ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ എൻ്റെ കയ്യിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആ നമ്പറും 2009 ലിസ്റ്റിലുള്ള നമ്പർ സഹിതം രേഖപ്പെടുത്തി തന്നിട്ടുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പിന്നീട് ഒന്ന് ആലോചിക്കേണ്ടത്, ആ BPLൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പഞ്ചായത്ത് ഓംബുഡ്സ്മാനിൽ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്നു. ആ ഹർജിയുടെ ഉത്തരവിന് ഒടുവിലാണ് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പിന്നെ ഞാൻ നിൽക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ തന്നെ കൊണ്ടെത്തിച്ചു അവർ ഈ BPL സർട്ടിഫിക്കറ്റ്. അപ്പോൾ അപ്രകാരം ഉള്ള ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ കൂടെ അഴിമതിക്ക്, പാർട്ടിയിലെ ആ പ്രാദേശിക ഘടകത്തെയാണ് ഞാൻ പറയുന്നത്, ആ പ്രാദേശിക ഘടകത്തിൻ്റെ അഴിമതിക്ക് കൂട്ടു നിൽക്കാതെ ഇരുന്നാൽ അവരേതു വിധേനയും ആ വ്യക്തിയെ നശിപ്പിക്കുവാനും ശിഥിലപ്പെടുത്തുവാനും മരണത്തിലേക്ക് തള്ളിവിടുവാനുമായിട്ട് അവർ ശ്രമിക്കും. ഇപ്പോൾ ഓരോരോ സർക്കാർ ഉദ്യോഗസ്ഥരെ അവർക്ക് വഴങ്ങുന്നവരെ അവർ ഓരോ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും.
അപ്പോൾ അതിനുവേണ്ടി ഉന്നത നേതാക്കളുടെയോ മന്ത്രിമാരുടെയൊക്കെ ഒത്താശയോടുകൂടി അവരത് ചെയ്തു വയ്ക്കും. അവരെ പിടിച്ച് അവരെ കൊണ്ടുവന്നതിന് ശേഷം ഇരിക്കുന്ന ആ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇവർ കൊടും നീച പ്രവൃത്തികളാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രകാരം ചെയ്യുന്ന ഈ പ്രവൃത്തികളൊന്നും ആ ഉന്നത നേതാക്കന്മാർ അറിയുന്നില്ല എന്ന് വേണം. ഇത് പ്രാദേശിക ഘടകം ഇപ്രകാരമാണ് ഈ പ്രവൃത്തികൾ ഓരോരുത്തർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് അനുഭവിക്കുന്ന പൊതുജനം ഇതേപോലെ ചാനലുകളിലൂടെ ഈ വിവരം വെളിപ്പെടുത്തി വിട്ടുകഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു അറുതി വരികയുള്ളൂ. അങ്ങനെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശുദ്ധികലശം ചെയ്ത് നേരായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. ഇതെല്ലാത്തിനും ഇപ്പോൾ മാധ്യമങ്ങളുണ്ട്. പൊതുജനം അറിയുവാൻ തക്കവണ്ണമുള്ള മീഡിയാസ് അവൈലബിളാണ്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ വിനിയോഗിക്കുക തന്നെ ചെയ്യണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം പൊതുജനം ഇപ്രകാരം പ്രാദേശികമായിട്ട് നടക്കുന്ന അഴിമതികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ട് ഈ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് ഈ തരുണത്തിൽ അപേക്ഷിക്കാനുള്ള ഒരു കാര്യം. ഇപ്പോഴെന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്? നിലവിൽ ഞാൻ നേരിടുന്ന പ്രതിസന്ധികൾ മെയിനായിട്ട് അവിടെ ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നതിനുള്ള യോഗ്യത ബികോമും HDCയുമാണ്, കോർപ്പറേഷനും കൂടെ. അപ്പോൾ ആ ബികോം ഞാൻ കോർപ്പറേഷൻ എഴുതിയെടുത്തു. എനിക്ക് ബികോം HDC ഉള്ള വ്യക്തിയാണ് ഞാൻ. എന്നാൽ ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന സെക്രട്ടറി SSLC-കാരനാണ്. അത് പാർട്ടിയുടെ ഒരു ബന്ദോബസ്ത് കൊണ്ട് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിനി AKG സെൻറ്റർ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നാട്ടുകാർ വിളിക്കുന്ന പേരാണത്. അപ്പോൾ അപ്രകാരമായിരിക്കുന്ന ആ ബാങ്കിൽ ഇങ്ങനെയുള്ള ആ അധികാര കേന്ദ്രത്തിൻ്റെ മുക്കിലും മൂലയിലും അസാധാരണമായ അധികാരം കൈയാളുന്ന രാഷ്ട്രീയ നേതാവാണ് അവിടെ ആയിരിക്കുന്ന V. വിജയകുമാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിയമപരമായിട്ട് അദ്ദേഹത്തിന് ബിരുദ യോഗ്യതയിൽ എക്സെപ്ഷൻ കിട്ടാനായിട്ട് യോഗ്യതയില്ല. കാരണം 20 വർഷം സർവീസ് പൂർത്തിയാക്കിയ യോഗ്യതയുള്ള ബിരുദധാരി അദ്ദേഹത്തിൻ്റെ താഴെ ഉണ്ടായിരിക്കുവാൻ പാടില്ല എന്ന് സഹകരണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ നിയമം പാലിക്കപ്പെടാതെയാണ് 2/12/2019 ഞാൻ 20 വർഷം സർവീസ് പൂർത്തിയാക്കിയ യോഗ്യതയുള്ള ബിരുദധാരിയാണ്. അവിടെ 4 പേർക്ക് BA ഡിഗ്രി വ്യാജമായിട്ടുണ്ട്. 10+2+3 എന്ന മോഡിലാണ് ബിരുദം സഹകരണ നിയമപ്രകാരം ബിരുദം എന്നുള്ളത് 10+2+3 എന്ന മോഡിലാണ്. ഈ മോഡിലല്ലാതെയാണ് അവിടെ ആയിരിക്കുന്നവർ 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അതും വ്യാജമായിട്ടുണ്ടാക്കിയ ഡിഗ്രിയോടുകൂടിയാണ് അടുത്ത 2025 ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടറി പെൻഷനാകുമ്പോൾ അടുത്ത സെക്രട്ടറി പദത്തിലേക്ക് ക്യൂവിലാണ് 2 പേര്. അത് ഈ വ്യാജ BA ഡിഗ്രിയാണ്. അതിൽ ഒന്ന് സഖാവ് ആനത്തലവട്ടത്തിന് അബ്കാരി കോൺട്രാക്ടർ മണിച്ചനിൽ നിന്ന് മാസപ്പടി എത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജീവനക്കാരി. ആ ജീവനക്കാരിക്ക് ഇപ്പോൾ ഇപ്രകാരം BA ബിരുദം കൊടുത്ത് അവരുടെ ആ രഹസ്യമായിട്ടുള്ള പണമിടപാടുകളെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ജനം സംസാരിക്കുന്നത് മരണപ്പെട്ട ഒരുപക്ഷെ കൃഷ്ണൻ മരണപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പൈസ അവിടെ ഇട്ടേക്കുക. ഈ പൈസ ആ മാസപ്പടി പൈസയാണ്. അതവിടെ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആവശ്യം വരുമ്പോൾ സഖാവ് ആനത്തലവട്ടത്തിന് ആവശ്യം വരുമ്പോൾ അന്നേരത്ത് വൗച്ചർ എഴുതുന്നു, ഒപ്പിടുന്നു. ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ജീവനക്കാരെല്ലാവരും ഒറ്റ ഗ്യാങ്ങായി ഒരു കോക്കസ് ആയതുകൊണ്ട് അതെല്ലാം അതേപോലെ തന്നെ നടക്കും. പൈസ വിഡ്രാ ചെയ്യുന്നു, കൊണ്ടു കൊടുക്കുന്നു. കക്ഷിയുടെ എവിടെ നിന്ന് കിട്ടിയ പൈസ ആയിരുന്നാലും ഈ അക്കൗണ്ടിൽ കിടക്കുന്നു. ഈ തട്ടിപ്പുകൾക്കൊന്നും താങ്കൾ കൂട്ടുന്നില്ല, അതായിരുന്നു ഇത്രയും കാലം നേരിട്ട പ്രശ്നം. ഇത്രയും ഉള്ള തട്ടിപ്പുകൾക്കൊന്നും ഇത് അവിടെ ജനത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഞാൻ അവിടുത്തെ തദ്ദേശവാസിയാണ്. ഞാൻ ആ ബാങ്കിൻ്റെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്. ഒരു വിളിപ്പാടകലെയാണ് ഞാൻ ബാങ്കിൻ്റെ ഒരു വിളിപ്പാടകലെയാണ് ഞാൻ താമസിച്ചിരുന്നത്. എന്നതുകൊണ്ട് തന്നെ
അവിടുത്തെ ആ പൾസ് നല്ലതുപോലെ എനിക്കറിയാം. ഒരു ദിവസം കണ്ണിൽ മരുന്ന് വയ്ക്കും. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്നത് കൊണ്ട് കണ്ണിലേക്ക് മരുന്ന് വേണം സന്തോഷേ എന്ന് പറഞ്ഞിട്ട് ആനത്തലവട്ടം സഖാവ് വിളിക്കുകയും വലിയ കടയിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും ആ മരുന്ന് വാങ്ങി വേഗത്തിൽ വായെന്ന് പറഞ്ഞു. ഞാൻ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വീടിന് പുറത്താണ് സഖാവിൻ്റെ ഭാര്യയുണ്ട്. ഒരാളിൻ്റെ കയ്യിൽ നിന്നും നോട്ട് കെട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആക്കി, ഇങ്ങനെ ഒന്ന് നോട്ട് കെട്ടൊന്ന് ഷൗൾ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട്, ഇത് എത്രയുണ്ട്, ഇത് ഞാൻ പറഞ്ഞ അത്രയും ഇല്ലല്ലോ, ഇത് പറ്റില്ല, നിങ്ങൾ തന്നെ വെച്ചേരെ എന്നും പറഞ്ഞ് തിരികെ കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആ വ്യക്തി ഇറങ്ങിപ്പോയി. ഞാൻ കണ്ണിൽ മരുന്നൊഴിക്കാനായിട്ടുള്ള മരുന്നും കൊണ്ട് കൊടുത്തിട്ട് ഞാനും തിരികെ പോയി. അപ്പോൾ ഇപ്രകാരം എൻ്റെ കണ്ണാലെ തന്നെ ഇവർ ഇപ്രകാരം കൈക്കൂലി വാങ്ങി എന്ന രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ അടുത്തുള്ള പകയുടെ ഭാഗമായിട്ടാണ് എന്നെ ഇപ്പോഴും അവിടുത്തെ ജീവനക്കാർ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അർഹതപ്പെട്ട മിനിമം വേജസ് പോലും എനിക്കിപ്പോൾ തരുന്നില്ല. താൽക്കാലിക ജീവനക്കാരനാണല്ലേ? ഇപ്പോഴും ഞാൻ താൽക്കാലിക ജീവനക്കാരൻ. കഴിഞ്ഞ ദിവസവും അവർ ബാങ്കിൽ അടുത്തുള്ള അവരുടെ പാർശ്വവർത്തികളെ അടുത്ത് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഒരു തൂപ്പുകാരന് സമമായിട്ട് തന്നെയാണല്ലേ, നിങ്ങളെ ഇപ്പോഴും സ്ഥിരപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് വന്ന് ഒരു വ്യക്തി എന്നോട് സംസാരിക്കുവാനായിട്ടുള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതൊക്കെ അവർ മനഃപൂർവ്വം എൻ്റെ മനസ്സിനെ ഹരാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നെ എങ്ങനെയെങ്കിലും മരണത്തിലേക്ക് തള്ളിവിടണം എന്നുള്ള രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അധികാരികളോട് എന്താണ് പറയാനുള്ളത്? അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ആ സഹകരണ മേഖല വ്യാപകമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ ബാങ്കിനെയെങ്കിലും അതിലേക്ക് പോകാതെ, ആ തകർച്ചയിലേക്ക് പോകാതെ തടയണം. യോഗ്യത ഉള്ളവരെ അവിടെ നിയമിക്കുകയും അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സ്ഥാനം നൽകുകയും ചെയ്യണം. തുടർന്നും അപ്രകാരം സംഭവിച്ചില്ല എങ്കിൽ മറ്റ് ഏത് ബാങ്കിനേക്കാളും ഉള്ള രീതിയിലേക്ക് ഇത് നീങ്ങാം. ഇപ്പോഴ് നമ്മുടെ ബാങ്ക് ഫിനാൻഷ്യലി വളരെ സൗണ്ടാണ്. ഇടപാടുകാർക്ക് ഇതിൽ യാതൊരു ആകുലതയും വേണ്ട. കാരണം നമ്മുടെ ബാങ്ക് ഫൈനാൻഷ്യലി വളരെ സൗണ്ടാണ്. കാരണം ഇതിനു മുൻപേ ലോകായുക്തയിൽ കൊടുത്ത പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ എൻക്വയറി നടക്കുകയും സെക്ഷൻ 66 അന്ന് ലോകായുക്ത കോടതി വിധിച്ചത് 65 സെക്ഷൻ 66 അതിൽ രജിസ്ട്രാർക്ക് ഉചിതമായത് തീരുമാനിക്കാമെന്നാണ്. പക്ഷേ ഇവർ അതിനെ ഒക്കെ പിടിച്ചു അതിനെ 66 ആക്കിയിട്ട് 66 എൻക്വയറിയിൽ കമ്മിറ്റി സൂപ്പർസീഡ് ചെയ്യുന്ന ആ വിഷയം വരുന്നില്ല. അത് നടപ്പിൽ ആക്കുകയും അതിനെ തുടർന്നിട്ട് അതിൻ്റെ എൻക്വയറി റിപ്പോർട്ടുണ്ട്. ആ എൻക്വയറി റിപ്പോർട്ടിൽ സഡനായിട്ട് ഇത് PSCക്ക് വിടുന്നു, അല്ലെ പരീക്ഷാ ബോർഡിന് വിടുന്നു ഇതിൻ്റെ നിയമനങ്ങളെല്ലാം എന്നറിഞ്ഞുകൊണ്ട് സഡനായിട്ട് 38 പേരെ നിയമിച്ചതും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് അതെല്ലാം രേഖകൾ അതെല്ലാം തുടർന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആ സമയത്ത് അത് കാണിക്കും. തുടർന്ന് ആ എൻക്വയറി സെക്ഷൻ 66 എൻക്വയറി റിപ്പോർട്ടുണ്ട്. അതിൽ ആരെയൊക്കെ സ്ഥിരപ്പെടുത്തി. ഇപ്പോൾ 6 മാസത്തിന് മുമ്പ് 8 പേരെ അവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് സഹകരണ പരീക്ഷാ ബോർഡിൽ നിന്ന് ആ ബാങ്കിൽ ആദ്യമായിട്ട് നടക്കുന്ന നിയമനമാണ്. അതിനു മുമ്പെല്ലാം പരീക്ഷകളെല്ലാം നടന്നത് ഓരോരുത്തരുടെ വീട്ടിലിരുന്ന് വരെ പരീക്ഷ എഴുതി പേപ്പറുകൾ കൊണ്ടുവന്ന് അവിടെ കയറ്റി വെച്ചും ഉത്തര പേപ്പർ കൊടുത്തും ഇപ്പോൾ ബോർഡിൻ്റെ നിയന്ത്രണത്തിലല്ലാതെയുള്ള പരീക്ഷകളാണ് നടന്നത്. ഇപ്പോൾ നടന്ന 6 മാസങ്ങൾക്ക് മുമ്പ് 8 പേരെ എടുത്ത ഇത് മാത്രമാണ് പരീക്ഷാ ബോർഡിൻ്റെ ഇതിൽ നടന്നിട്ടുള്ളത്. പിന്നെ ഒരു സമുദായത്തിൻ്റെ പിടിയിലാണ് ആ ബാങ്ക്. തറിവട്ടം എന്ന് പറയുന്ന ആ ഒരു കരയോഗത്തിൻ്റെ ആൾക്കാരാണ് അവിടെ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നതെന്നാണ് ജനത്തിൽ നിന്ന് ഞാൻ അറിയുന്നത്. അതേസമയം
ആനത്തല വട്ടം സഖാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ബാങ്കിൻ്റെ കാര്യം തന്നെ ഒന്നും പറയാനായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമായിരുന്നു ഈ ബാങ്കും ആ ബാങ്കിലെ ജീവനക്കാരും. അബ്കാരി കോൺട്രാക്ടർ മണിച്ചൻ്റെ ഭരണത്തിന് ശേഷം പ്രാദേശികമായിട്ടുള്ള ആ ഘടകം, ചിറയൻകീഴ് CPMൻ്റെ പ്രാദേശിക ഘടകം അവിടുത്തെ ആ നാടിൻ്റെ ഭരണം ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. ആളുകൾ കളിയാക്കി പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മണിച്ചൻ മോഡൽ എന്ന് ജനം കളിയാക്കി പറയുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങി. ഇപ്പോൾ അവിടുത്തെ അഭിനവ മണിച്ചൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം R. സുഭാഷ് സഖാവാണ് എന്നാണ് ജനത്തിൻ്റെ അഭിപ്രായം, വിലയിരുത്തൽ. എന്നാൽ അവർക്ക് ആകെ ഭയമുള്ളത് പുതുതായി കടന്നു വന്ന DCSനെയാണ് എന്നാണ് ജനസംസാരം. ചിറയൻകീഴ് ALO ആയിരുന്ന കൃഷ്ണകുമാർ സാറിനോട് നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ V. വിജയകുമാർ സന്തോഷിനെ തുലയ്ക്കുന്നതിന് സാറിന് എത്ര രൂപ വേണം എന്ന് ചോദിച്ചു. കൈക്കൂലി വാഗ്ദാനം നൽകി. പക്ഷേ സാറ് അത് നിരസിക്കുകയും ഉപദേശിച്ചു വിടുകയുമാണ് ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, വെഞ്ഞാറമൂടിലുള്ള വസതിയിലേക്ക് നമ്മുടെ ബാങ്കിൻ്റെ വാഹനത്തിൽ വെഞ്ഞാറമൂടിലെ CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായി കടന്നു ചെല്ലുകയും അവിടെ വെച്ചും കൈക്കൂലി വാഗ്ദാനം ചെയ്യുകയും എന്നാൽ അദ്ദേഹം നിരസിക്കുകയും പഴയതുപോലെ ഉപദേശിച്ചു വിടുകയും ചെയ്തു. ഇത് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം വിജിലൻസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിജിലൻസ് ഇതിൻ്റെ മേൽ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. 20 മാസമായി ഞാൻ ഈ വിഷയം വിജിലൻസിനെ അറിയിച്ചിട്ട്, പക്ഷേ ഇതിൽ യാതൊരു മറുപടിയും എനിക്ക് ലഭിച്ചില്ല. തുടർന്ന് ഞാൻ വിവരാവകാശം അനുസരിച്ച് ചോദിച്ചപ്പോൾ 30 ദിവസത്തിനകത്ത് മറുപടി തന്നില്ല. 55 ദിവസമായപ്പോഴത്തേക്ക് ഞാൻ ആ അപ്പീൽ കൊടുത്തു. അപ്പീലിന് മാത്രമാണ് എനിക്ക് മറുപടി തന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്മേൽ അവർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പേപ്പറിൽ എഴുതി വെച്ചതല്ലാതെ എനിക്ക് യാതൊരു മറുപടിയും അവർ നൽകിയിട്ടില്ല. ഇതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ബന്ദോബസ്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് വളരെ വിവരാവകാശ കമ്മീഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് നീതി ലഭിക്കാറില്ല. അവിടെയെല്ലാം അവർ പറയുന്നത് CBI, ക്രൈംബ്രാഞ്ച്, പിന്നെ സഹകരണ ബാങ്ക് ഇതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണെന്നാണ്. ഞാൻ പബ്ലിക് അതോറിറ്റിയായ AR ഓഫീസിലാണ് പരാതി കൊടുത്തത് വിവരാവകാശ നിയമം അനുസരിച്ച്. പക്ഷേ അവർ പറയുന്നത് ഉടായിപ്പായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. സഹകരണ ബാങ്കിനെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാണ്. എന്നാൽ സഹകരണ ബാങ്കിൻ്റെ പരിശോധനാ ഓഫീസാണ് AR ഓഫീസ്. ആ AR ഓഫീസിലെ പരിശോധകൻ നേരത്തെ മറുപടിയെല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ പ്രഷർ വന്നപ്പോൾ ഒന്നിനും മറുപടിയില്ല. പിന്നെ ബാങ്കിൽ ഞാൻ എന്ത് അപേക്ഷ കൊടുത്താലും എനിക്ക് കോപ്പി റിസീവ്ഡ് എഴുതി നൽകാറില്ല. ഒരിക്കലും മറുപടി തരാനുമില്ല. ഇടപാടുകാരുടെ നിക്ഷേപങ്ങൾക്കും മറ്റും യാതൊരു പ്രശ്നവും നമ്മുടെ ബാങ്ക് സംബന്ധിച്ച് ഇല്ല. അതിൽ ആകുലത മാന്യ ഇടപാടുകാർക്ക് ഉണ്ടാകേണ്ടതില്ല എന്നുകൂടി അറിയിക്കുന്നു. നമ്മുടെ ബാങ്ക് ഫിനാൻഷ്യലി വളരെ സൗണ്ടാണ്.